ഈ അമ്പലം അടച്ചോ? ആ അമ്പലം ഇപ്പൊ അങ്ങോട്ട് അടച്ചതേ ഉള്ളൂ. തിരുമേനി പ്രസാദം തരാ ഏൽപ്പിച്ചിട്ട് പോയിരുന്നു. അങ്ങോട്ട് പോവാം, പ്രസിഡന്റിനെ ഒന്ന് കാണാം. മേനൻ സാറേ, സ്വാഗതം. പിരിവൊക്കെ എങ്ങനെ പോകുന്നു? മഹാദേവന്റെ കാരുണ്യം കൊണ്ട് വളരെ നന്നായി പോകും. മഹാദേവന്റെ കാര്യത്തിന് സംഭാവന തരാത്തവരുണ്ട് ഇവിടെ. അതാരാ സാറേ അങ്ങനെ സംഭാവന തരാത്തത്? നമ്മുടെ പെയിന്റുകളുടെ ശോഭന മുതലാളി കുറെ നാളുകളായിട്ട് പൈസ തരാറില്ല. ആനയുള്ള ഉത്സവത്തിന് പിരിവ് കൊടുക്കത്തില്ല പോലും അയാൾ. ശോഭനോ? അയാളുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ തവണ പിരിവിന് ചെന്നപ്പോഴേ ശോഭന മുതലാളി ഞങ്ങളെ ആക്ഷേപിച്ചാ വിട്ടത്. ഈ ശോഭനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ആനകളില്ലാതെ ഉത്സവം നടത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ആന ഇല്ലാതെ എങ്ങനെയാ സാറേ ഉത്സവം നടത്തുന്നത്? ഉത്സവങ്ങളുടെ ഒരു അലങ്കാരം തന്നെ ആനയല്ലേ. നമ്മുടെ തൃക്കടവൂർ ശിവരാജു, പാമ്പാടി രാജൻ, തെച്ചിക്കോട് രാമേന്ദ്രൻ, ഇതൊക്കെ തിളമ്പേറ്റി ഇങ്ങനെ നിന്ന് അതിന്റെ കൂടെ ആ മേളവും കൂടെ ആകുമ്പോ കാണുന്ന കാഴ്ച തന്നെ ഒരു ഭയങ്കര കുളിർമ തന്നെയാ. ശോഭന മുതലാളിക്ക് ആനയോട് ദേഷ്യം തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടോ സാറേ? അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? 6 വർഷം മുന്നേ ഒരു ഉത്സവത്തിന് ആറാട്ട് സമയത്ത് തീവട്ടി പിടിച്ചുകൊണ്ട് നിന്ന പയ്യൻ ഉറങ്ങിപ്പോയി. ഈ തീ വന്ന് ആനയുടെ പള്ളയ്ക്കാ കൊണ്ടത്. ആന മുമ്പിൽ നിന്ന് ആനയെ ഇടിച്ചിട്ട് ഓടി, കിലോമീറ്ററോളം ഓടി. ആനയുടെ പുറത്തിരുന്നതേ ശോഭന മുതലാളിയാ. കിലോമീറ്ററോട് ഏകദേശം 3 മണിക്കൂറായി ഈ ആന ശോഭന മുതലാളിയെ കൊണ്ട് ഓടിയത്. അവസാനം മയക്കൊടി വെച്ചിട്ടാ ശോഭന മുതലാളി ആനയെ തളച്ചത്. അത് ആരെ ആനയായിരുന്നു സാറേ? അത് എൻ്റെ ആനയായിരുന്നു, ഗണേശൻ എന്നാ അവൻ്റെ പേര്. ആഹാ. ആ സംഭവത്തിന് ശേഷം ശോഭന മുതലാളി എന്നെ കണ്ട മിണ്ടത്തില്ല. ആന റോഡിലുണ്ടെന്ന് അറിഞ്ഞ അപ്പോഴേ ശോഭനൻ കടയും പൂട്ടി വീട്ടിൽ പോകും. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങുകയാണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട.